ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ താലൂക്കുതല ആശുപത്രികളിലും മാമോഗ്രാം മെഷീൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വികസിത് ഭാരത് സങ്കൽപ് യാത്ര എന്നാൽ സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു എന്നതാണ് അർത്ഥമെന്ന് പ്രകാശ് ജാവദേക്കർ MP. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. രാവിലെ തിരുച്ചിറപ്പള്ളി ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ അദ്ദേഹം രാമേശ്വരത്ത് ശ്രീ അരുൾമിഗു രാമനാഥ സ്വാമി ക്ഷേത്രത്തിലും ദർശനവും പൂജയും നടത്തി. സമുദ്രസ്നാനം നടത്തിയ പ്രധാനമന്ത്രി രാമായണ പാരായണ ചടങ്ങിലും ഭജനയിലും പങ്കെടുത്തു. നാളെ ധനുഷ്കോടിയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിക്കും. മറ്റന്നാൾ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് 15ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ നിലകൊള്ളുന്നത് ഭാരതമെന്ന ഒരേയൊരു വികാരമാണെന്ന് ഗവർണർ പറഞ്ഞു. കേരളത്തിന് മഹത്തായ പാരമ്പര്യമുണ്ടെന്നും സ്ത്രീകൾക്കേറെ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് കേരളത്തിലുള്ളതെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലാ താലൂക്കുതല ആശുപത്രികളിൽ കൂടി മാമോഗ്രാം മെഷീനുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ക്യാൻസർ സെന്ററുകൾക്കും പ്രധാന മെഡിക്കൽ കോളേജുകൾക്കും പുറമെയാണിത്. സ്ഥാനാർബുദം ബാധിച്ചവരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആദ്യഘട്ടത്തിൽ 8 ആശുപത്രികളിലാണ് മാമോഗ്രാം സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്തെ 90 പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ഒരു വർഷത്തിനകം വൈദ്യുതി ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ നവീകരിച്ച മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിയും വൈദ്യുതി സുരക്ഷാ സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. ഭക്തരുടെ വരവ് കൂടിയതോടെ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി രൂപയുടെ വർധനവും രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇത്തവണത്തെ മണ്ഡല മകരവിളക്കുകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട നാളെ രാവിലെ 6 ശേഷം അടയ്ക്കും. ഇന്ന് രാത്രി 9:30 വരെ ഭക്തർക്ക് ദർശനം നടത്താം. നാളെ രാവിലെ ആചാരപരമായി പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത്. ഈ വർഷം 357,47,71,909 രൂപ വരുമാനമാണ് ലഭിച്ചത്. കാണിക്കയായി ലഭിച്ച തുക ഇനിയും എണ്ണാനുണ്ട്. 5 ലക്ഷം ഭക്തരുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ഉണ്ടായിട്ടുള്ളത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം എല്ലാ ശനിയാഴ്ചയും 6:40 അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത ഈ ബുള്ളറ്റിന് ശേഷം പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വികസിത് ഭാരത് സങ്കൽപ് യാത്ര എന്നുവെച്ചാൽ സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു എന്നതാണ് അർത്ഥമെന്ന് പ്രകാശ് ജാവദേക്കർ MP. സർക്കാർ പദ്ധതികൾ വിശദീകരിച്ച് ഉദ്യോഗസ്ഥർ ഓരോ മുക്കിലും മൂലയിലും എത്തുന്നു. വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിലേക്കും വികസനം എത്തണം എന്ന കേന്ദ്ര സർക്കാർ നയമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം ബേപ്പൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മലപ്പുറം ജില്ലയിലെ PM കിസാൻ നിധി ഗുണഭോക്താവായ എടപ്പാൾ പെരുമ്പറമ്പ് സ്വദേശി അപ്പുനാരായണൻ തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. കൂടെ ലോട്ടറി കച്ചവടമുണ്ട്. ഞാനൊരു PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവാണ്. എൻ്റെ ലോട്ടറി കച്ചവടത്തിന് ഈ ഫണ്ട് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ആനുകൂല്യങ്ങളും പദ്ധതികളും മറ്റുള്ളവരും പ്രയോജനപ്പെടുത്തുന്ന അപേക്ഷിക്കുന്നു. കേന്ദ്ര അവഗണന ആരോപിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു. വൈകിട്ട് 5 മണിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തലസ്ഥാനത്ത് രാജ്ഭവൻ വരെയായിരുന്നു മനുഷ്യച്ചങ്ങല.
കണ്ണൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിജയ ശതമാനം ഉയർത്തുന്നതിനുള്ള വിപുലമായ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കമിടുന്നു. സ്മൈൽ 2024 എന്ന പേരിലുള്ള പദ്ധതിയുടെ ഭാഗമായി പ്രിൻസിപ്പൽമാരുടെയും PTA പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പദ്ധതിയുടെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസുകൾ, സ്പെഷ്യൽ PTA മീറ്റിംഗുകൾ, ഗൃഹസന്ദർശനങ്ങൾ, വിദ്യാർത്ഥികളെ ബാച്ചുകളായി തിരിച്ച് പ്രത്യേക പരിശീലനം, ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന, ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കി മോഡൽ പരീക്ഷകൾ എന്നിവ നടത്താനും തീരുമാനമായിട്ടുണ്ട്. +2 വിജയശതമാനം 90% മുകളിലെത്തിക്കുക, എല്ലാ വിഷയത്തിലും A+ നേടുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. SSLC പരീക്ഷയിൽ കഴിഞ്ഞ വർഷം ലഭിച്ച 1ാം സ്ഥാനമെന്ന നേട്ടം +2വിലും കൈവരിക്കണമെന്ന തീരുമാനവും ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ കോടതി വിധി സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭീകരവാദത്തിനും ഭീകരവാദികൾക്കും കിട്ടിയ ശക്തമായ തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൾക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ശ്രീ സുരേന്ദ്രന്റെ പ്രസ്താവന. പുതിയതായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ മെഡിസെപ് പ്രീമിയം തുക 2022 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജീവനക്കാർ സർവീസിൽ വരുന്നതിനു ശേഷം മാത്രം ലഭിക്കുന്ന പോളിസി കവറേജിന് സർവീസിലില്ലാതിരുന്ന കാലം മുതലുള്ള പ്രീമിയം നൽകണമെന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് സംഘടന നിവേദനത്തിൽ പറയുന്നു. മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാർക്ക് നൽകാൻ വനം വകുപ്പിൽ നിന്ന് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ വിതരണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി K. രാജൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി K. രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിക്കും. 1ാം ഘട്ടത്തിൽ ആകെ 570 പേർക്കായി 71.28 ഹെക്ടർ ഭൂമി വിതരണം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാല ചികിത്സ ആവശ്യമുള്ള കുട്ടികൾക്കുള്ള സഹായ പദ്ധതിയായ തളിരുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്കായി വിവിധ സ്പെഷ്യലിസ്റ്റുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പ് SAT ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ബംഗ്ലാദേശിന് 252 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 10 ഓവറിൽ 3 വിക്കറ്റിന് 41 റൺസ് എന്ന നിലയിലാണ്. ഗ്രൂപ്പ് എയിലെ 3ാം മത്സരമാണിത്. കേരളവും മുംബൈയും തമ്മിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന്റെ 2ാം ദിനം കളി നിർത്തുമ്പോൾ മുംബൈ വിക്കറ്റ് നഷ്ടപ്പെടാതെ 105 റൺസ് എടുത്തു. ആദ്യ ഇന്നിംഗ്സിൽ മുംബൈ 251 റൺസും കേരളം 244 റൺസും എടുത്തു. നിലവിൽ മുംബൈക്ക് 112 റൺസിന്റെ ലീഡുണ്ട്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്ന് ലോക 2ാം നമ്പറും 6ാം സീഡുമായ ചൈനയുടെ യുക്കി ഷിയെ നേരിടും. പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി സഖ്യവും ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ താലൂക്കുതല ആശുപത്രികളിലും മാമോഗ്രാം മെഷീൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വികസിത് ഭാരത് സങ്കൽപ് യാത്ര എന്നാൽ സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു എന്നതാണ് അർത്ഥമെന്ന് പ്രകാശ് ജാവദേക്കർ MP. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.